ഞങ്ങളോറും ഫ്രണ്ട്സ് ആണ്ടാ. ഇത്ര നാളും സിനിമയിൽ അഭിനയിക്കുമ്പോൾ എവിടെയെങ്കിലും കേട്ട് അർജുനെ കാണാൻ പക്ഷെ ഈ പടത്തില് ജ്യോതിഷിനെ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തു. സിനിമ ചെയ്യുന്നത് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാൻ തന്നെയാണ്, ഓഡിയൻസിന് വേണ്ടിയാണ് സിനിമ കാണുന്നത്. അപ്പോൾ വൃത്തിക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ മനസ്സിൽ. കാരണം നമ്മൾ ഈ പടത്തിൽ ആരെയും മോശപ്പെട്ട രീതിയിലല്ല കാണിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അങ്ങനെ അത്ര വലിയ സിനിമകൾ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ 2 സിനിമകളോ 3 സിനിമകളല്ല അതിൽ നമ്മുടെ സിനിമയുണ്ട് ത്രൂ ഔട്ടായിട്ട്. കാരണം വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ക്രിറ്റിസൈസ് ചെയ്യണ എൻ്റെ വീട്ടുകാരും എൻ്റെ കസിൻസ് തന്നെയാണ്. അപ്പം ഫസ്റ്റ് ഷോ കഴിഞ്ഞ് എൻ്റെ കയ്യിൽ പോയി എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട്. കാരണം കുറേ സ്ട്രഗിളും കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് ഈ സിനിമ പുറത്തിറങ്ങിയത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റെസ്പോണ്ട് എനിക്ക് അച്ഛൻ്റെ സൈഡിൽ. അല്ലെങ്കിൽ മറ്റേ ഇതിനകത്ത് കണ്ടേ കെട്ടിപ്പിടിച്ചു. ചെയ്യുന്നൊരു കാര്യം തെറ്റായിട്ട് കൺവേ ആകാൻ പാടില്ല എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ഹീറോ ഞാൻ തോന്നുന്നു. ആ പെണ്ണിനെ കണ്ട നാഗവല്ലിയെ പോലെ ഉണ്ട് നമ്മുടെ. ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നിരാശപ്പെടുത്തില്ല എന്നൊരു വിശ്വാസമുണ്ട്. ഒരുപാട് ഫേസിലൂടെ പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ അദ്ദേഹം തന്നെ ഫേസ് ചെയ്യുന്ന ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, ആ ഫ്രണ്ട്ഷിപ്പിനിടയിലുള്ള കാര്യങ്ങളുണ്ട്, ഫാമിലി റിലേറ്റ് ചെയ്തുള്ള മോഡുള്ള സ്വന്തം പാഷൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഒരുപാട് സ്റ്റേജസിലൂടെയാണ് കഥാപാത്രം പോകുന്നത്. അപ്പം ഇത് വന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു മൈൻഡിൽ പൊക്കൊണ്ടിരുന്നത്? ഇത് എത്രത്തോളം എഫക്റ്റീവായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ എന്നൊരു ഇതുണ്ടായിരുന്നു? സിനിമ ചെയ്യുന്നത് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാൻ തന്നെയാണ്, ഓഡിയൻസിന് വേണ്ടിയാണ് സിനിമ കാണാൻ. അപ്പോൾ വൃത്തിക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടായുള്ളൂ മനസ്സിൽ. കാരണം നമ്മൾ ഈ പടത്തിൽ ആരെയും മോശപ്പെട്ട രീതിയിലല്ല കാണിക്കുന്നത്. ഇപ്പം ഈ ഒരു ക്യാരക്ടറിന് വീട്ടിലേക്കോ ഉണ്ടെങ്കിൽ അവൻ അത് കെയർ ചെയ്യാത്ത രീതിയിലാണ് മാക്സിമം നടക്കുന്നതും. അവൻ്റെ കൂടെയുള്ള ആൾക്കാർ അവൻ്റെ പേര് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, പാൻഡ, അല്ലാണ്ട് ഇതൊരു പ്രശ്നമായിട്ട് ആരും കാണില്ല. പക്ഷേ പുറമേ ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതും, പിന്നെ ഇവൻക്ക് ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് തന്നെ. അപ്പോൾ എല്ലാം കൂടി ആവുമ്പോൾ ഇവൻ്റെ മെൻറ്റാലിറ്റി എന്തായിരിക്കും. പിന്നെ മാക്സിമം തന്നെ വൃത്തിക്ക് ചെയ്യാൻ നോക്കി. പിന്നെ ഓൾറെഡി സ്ക്രിപ്റ്റ് വൈസ് ഭയങ്കര സോളിഡ് ആണ് ഈ പടം. കണ്ടന്റ് വൈസും സീക്വൻസ് വൈസും ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കാണ് പരിപാടികൾ പോകുന്നത്. അപ്പോൾ അതും പിന്നെ കൂടെയുള്ള ക്യാരക്ടേഴ്സിന് പ്രോപ്പറായിട്ടുള്ള ക്യാരക്ടറൈസേഷനും അവരുടെ ഗ്രാഫും ഉണ്ട്. ഇതെല്ലാം ഒത്തു വരുമ്പോഴാണ് ഈ ജ്യോതിഷ് അല്ലെങ്കിൽ പാൻഡാന്നയുടെ ക്യാരക്ടറിന് സ്റ്റേബിളായിട്ട് ഓഡിയൻസിന് അത് കണക്ട് ആവുന്നത്. അതെല്ലാം കട്ടക്കനെ നിൽക്കുന്നുണ്ടാണ്. അതേപോലെ സിനിമയിൽ ഒരു ക്ലൈമാക്സ് എടുക്കുന്ന സമയത്ത് പറഞ്ഞൊരു ഡയലോഗുണ്ട്. അതായത് ഒരു ക്യാരക്ടർ തങ്ങളോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്. അത് ഒരു പണിയും കൂലിയില്ലാത്തവർ പറയുന്ന ഒരു ഡയലോഗാണ് സിനിമാക്കാരാകുക എന്നുള്ളത്. ഇപ്പം സിനിമ എന്ന് പറയുന്നത് അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് പാഷനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് മാത്രം നടക്കുന്ന ഒരു കാര്യമാണത്. ഒരു പണിയും കൂലി ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ സിനിമ. ഒരിക്കലല്ല. അത് പറയുന്ന എത്ര ആൾക്കാരുണ്ട് പുറമെ. ആ ഒരു ആൾക്കാരായിട്ട് കാണിച്ചിട്ടുള്ളൂ ആ പറയുന്ന ഒരു ക്യാരക്ടറിനെ. അല്ലാണ്ട് പണിയും കൂലി ഇല്ലാത്ത പരിപാടി അല്ലല്ലോ ചില സിനിമ. കാരണം എന്ന് വെച്ചാല് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാര് തൊട്ട് യൂണിറ്റിലെ ക്രെയിൻ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാര് ഇവരെല്ലാരും ചെയ്യുന്നത് ഒരു പണി തന്നെയാണ്. അവരവരുടെ പണി വൃത്തിക്ക് ചെയ്യില്ലെങ്കിൽ ഒരിക്കലും ഒരു സിനിമ പ്രോപ്പർ ആവൂല. അതൊന്നും പുറമേയുള്ള ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ പറയുന്ന പല ആൾക്കാരുണ്ട്. ഇവനൊക്കെ എത്ര കേട്ടിട്ടുണ്ടെന്ന് അറിയോ? ആ കേൾവി ഇവന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എടുത്തിട്ട ഒരു പോയിന്റാണത്. അല്ലാണ്ട് വെറുതെ എഴുതി ചേർത്ത പരിപാടിയല്ല അത് ഒരിക്കലും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് മാത്രം നമ്മളവിടെ പറഞ്ഞു പോകുന്നുള്ളൂ. പക്ഷെ ജ്യോതിഷ് എന്ന ക്യാരക്ടർ നമ്മളെല്ലാവരുമാണ്. അവന് സിനിമയിൽ കയറണം, അവന്റെ ആഗ്രഹം അതാണ്. ഒരു സീനെങ്കിൽ ഒരു സീൻ, ഒരു ഡയലോഗിന് ഡയലോഗ് കിട്ടിയ അവൻ രാജാവാണ് അവിടെ. അത് മാത്രമേ പടത്തിൽ പറഞ്ഞു കിട്ടുള്ളൂ. ഡയറക്ടറോടാണ് ഇപ്പോൾ ആദ്യം തന്നെ ചോദിക്കണം. ഇപ്പോൾ നമ്മളൊരു സിനിമയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഉടനെ നടക്കണമെന്നില്ല. ചില വർഷങ്ങളുടെ പുറകെ നടന്നാലും അല്ലെങ്കിൽ ചാൻസ് ചോദിച്ചു നടന്നാൽ ഒന്ന് തല കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ പേരെന്ന സ്ക്രീനിൽ കാണുന്ന ആ ഒരു മൊമെൻ്റ് ആണത്. അപ്പം ആ ഒരു മൊമെൻറ്റിന് വേണ്ടി ഇത്രയും കാത്തിരിക്കുന്നു. എന്നെ വിളിച്ചിട്ട് ഭയങ്കര ഇമോഷണലായി സംസാരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എഴുതിയ കഥയിലെ പുള്ളി ഓട്ടോക്കാരനാണല്ലോ. അങ്ങനെ ഓട്ടോക്കാരനാണ്. എൻ്റെ പെങ്ങളോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇമോഷണലായി സംസാരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ എവിടെയോ കിടക്കുന്ന കുറച്ച് ആളുകളായിട്ട് കണക്ട് ആവുന്നതിൽ ഒരുപാട്
ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ബ്രോയുടെ ഷോർട്ട് ഫിലിംസ് കണ്ടപ്പോൾ ആളുകൾക്കൊരു യൂണീക് കണ്ടന്റിൽ ഇപ്പൊ ആർസൺ 31 ആ കണ്ടന്റിൽ ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. ഇതിലും എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ബർത്ത്ഡേക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടില്ലായിരുന്നു, എനിക്ക് പുതിയ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണം, അത് തന്നെയാണോ ഇനി മുതലും ഇതിന്റെ ഒരു വിജയത്തിലൂടെയും ഉദ്ദേശിക്കുന്നത്? അതെ, മാക്സിമം ഇപ്പോൾ പഴയതാണെങ്കിലും അതിൽ എന്തെങ്കിലും എൻ്റെ ഒരു സിഗ്നേച്ചർ ആഡ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിൻ്റെ പുറത്താണ് എല്ലാ വർക്കുകളും ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ടും അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങോട്ടും ഞാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ബ്രോ, അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും കഷ്ടകാലം വന്നാലോ എന്തെങ്കിലും ഗതികെട്ട് നിൽക്കുന്ന സമയത്തോ ആളുകൾ പറയുന്നില്ല, അതാണ് അതിനൊക്കെ ഒരു നല്ല തലവര വേണം എന്ന് പറഞ്ഞൊരു ശരിക്കും ഇങ്ങനെ ഒരു ക്യാപ്ഷൻ അല്ല ടൈറ്റിൽ ഇടാൻ റീസൺ ഉണ്ടാവും? ടൈറ്റിൽ അത് വന്നു ഭവിച്ചാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു, അത് നമുക്ക് കിട്ടിയില്ല. ഞങ്ങളിങ്ങനെ ടൈറ്റിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടൈറ്റിൽ കിട്ടാതിരിക്കുന്ന സമയത്ത് എൻ്റെ പാർട്ട്ണർ അക്ഷയാണെങ്കിൽ തലവര എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ ഇട്ട് നന്നായിരിക്കും പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ അച്ഛനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇടാം, തലവര എന്നാണ്, എന്തുകൊണ്ടെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു അത് വർക്കാവുമോ ചോദിച്ചു. അപ്പോൾ ആ ചോദ്യത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അങ്ങനല്ല, ഈ ക്യാരക്ടറിൻ്റെ തലവര, അവൻ്റെ അമ്മേൻ്റെ തലവര, പെങ്ങളുടെ തലവര. പിന്നെ സിനിമേൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഷാമിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട്, സന്ധ്യ എന്തിനാണ് എൻ്റെ വീട്ടിൽ തന്നെ വന്നത്, അവളുടെ തലയത്ത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കണക്ട് ആയതാണ് ആ ടൈറ്റിൽ. അത് വന്നു ചോദിച്ചതാണ്, പക്ഷെ അത് സിനിമയ്ക്ക് ഭയങ്കര മാച്ചായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര പ്രൗഡാണ്, ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ കോളേജിൽ പഠിച്ചു കഴിഞ്ഞ സമയത്താണ് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് സിനിമ ചെയ്യാം, ഡയറക്റ്റ് ചെയ്യാന്നൊക്കെ ഒരു കോൺഫിഡൻസ് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് വീട്ടിൽ പറഞ്ഞ് ഞാൻ സൗണ്ട് ഡിസൈൻ പഠിക്കാൻ വേണ്ടി കൊച്ചിയിലേക്ക് വരുന്നത്. സൗണ്ട് ഡിസൈൻ പഠിച്ചു കഴിഞ്ഞതും സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ജോലി കയറിയിട്ട് സിനിമ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു. 2 പണിയും കൂടെ ഒരുമിച്ച് നടക്കാമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ സമയത്താണ് പഠിച്ചു കഴിഞ്ഞത് തന്നെയാണ് അർച്ചന ഓണാവുന്നത്. അപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു. അന്ന് കിട്ടിയ റിജക്ഷൻസും പരിപാടികളും എല്ലാം നല്ലതിനാണ്. ഇന്നിപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു ഞാൻ കരുതുന്നു. എല്ലാവരും ഈ പടം കണ്ടപ്പോൾ കരഞ്ഞിട്ട് മാത്രമാണ് എല്ലാവരും പുറത്തിറങ്ങാൻ പറ്റുന്നത്. കാരണം അത്രത്തോളം ഇമോഷണലി എല്ലാവരുമായിട്ട് കണക്ട് ആവുന്നൊരു സിനിമയാണ്. എല്ലാവരും പറഞ്ഞത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ് അർജുനായിട്ടെന്നാണ്. അപ്പോൾ ആ ഒരു ഈ സിനിമയ്ക്ക് ശേഷം അങ്ങനെയുള്ള ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? വൻപൊളി, ഭയങ്കര ഹാപ്പി. കാരണം വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്യണ എൻ്റെ വീട്ടുകാരും എൻ്റെ കസിൻസ് തന്നെയാണ്. അപ്പം ഫസ്റ്റ് ഷോ കഴിഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. എനിക്ക് ഭയങ്കര ഹാപ്പി ആയി. കാരണം കുറേ സ്ട്രഗിളും കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് ഈ സിനിമ പുറത്തിറങ്ങിയത്. അത് പക്ഷേ പടം കണ്ടതിന് ശേഷം എല്ലാവരും സിനിമയിലെ സീക്വൻസ് ഉണ്ട്, ലാസ്റ്റ് ക്ലൈമാക്സിൽ കയ്യടി വന്നൊരു മൊമെന്റ് ഉണ്ട് സിനിമയിൽ. അതിനു മുമ്പ് ഓഡിയൻസ് കൈയടിച്ചപ്പോൾ മൊത്തം എല്ലാവരുടെയും കിടിപോയി. അപ്പോൾ ആ മൊമെന്റിൽ എനിക്ക് ഞാൻ എൻ്റെ സിനിമ കാണിക്കാൻ കസിൻസിനെ ആരെയും കൂട്ടൂല. ഞാൻ, അച്ഛൻ, അമ്മ, നീതു, അൻവി, ഇവരുണ്ടാവുള്ളൂ എപ്പോഴും. അപ്പം അന്ന് ഞാൻ ഈ പടം കണ്ട് ഞാൻ പറഞ്ഞു എടാ വേഗം പോയി കാണുന്നുണ്ട്. എനിക്ക് എക്സൈറ്റഡ് ആയി എല്ലാ കസിൻസിനെ കാണിക്കാൻ, അവരെന്താ പറയണേന്ന് അറിയാനായിട്ട്. കാരണം അവർ മൊത്തം അടിച്ച് കാര്യം പറയും. കാരണം നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെയല്ലേ പറഞ്ഞോളൂ. ഇവര് മറ്റേ എനിക്ക് ആ ഫ്രീഡം ഉണ്ട്, അപ്പൊ എനിക്ക് പ്രോപ്പർ ജഡ്ജ്മെന്റ് കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അവരുടെ അടുത്ത് കാണാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ 7 മണിക്ക് ഷോന് പിന്നെയും കയറി. അച്ഛന് രാവിലെ വരാൻ പറ്റില്ല, അവിടെ 7 മണിക്ക് ഷോന് കയറി. അത് കഴിഞ്ഞ് 10 മണിക്ക് ഷോന് കസിൻസ് കയറണേ. അപ്പൊ ഇങ്ങനെ ഇവരിറങ്ങി വന്നപ്പോഴേക്കും ഇവർ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ കരഞ്ഞ്, അവരും കരഞ്ഞ് കൂട്ടക്കരച്ചിലായി. പിന്നെ അവിടെ നിന്ന് മാറിയിട്ട് അവൻ പറഞ്ഞ് പിന്നെ ഒന്ന് റിലാക്സ് ആയിട്ടാ പറയണേ കാര്യമായിട്ട്. എന്ന് വെച്ചാൽ ഇത്ര നാളും സിനിമയിൽ അഭിനയിക്കുമ്പോൾ എവിടെയെങ്കിലും കേട്ട് അർജുനെ കാണാൻ പക്ഷെ ഈ പടത്തില് ജ്യോതിഷിനെ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ ഇവർ എഴുതി വെച്ച രീതിയിൽ ഇവര് ആ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്തത് അത്രയും ഡെപ്ത്ഫുൾ ആയിരുന്നു. അപ്പൊ എനിക്ക് പോയി നിന്നിട്ട് എൻ്റെ പരിപാടി ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്താൽ മാത്രം മതിയായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഒരു സഹായം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഓളത്തിനങ്ങ് പിടിക്കാൻ പറ്റിയെന്നൊരു വിശ്വാസം. കാരണം വെച്ചാൽ ആദ്യമായിട്ടാണ് ഇത്രയും ആകെയുള്ള വിഷമം ആരും തിയേറ്ററിലേക്ക് അധികം വന്നില്ല. ഏറ്റവും വിഷമം അതാണ്. കാരണം നല്ലൊരു റെസ്പോൺസ് കേട്ടിട്ട് പോലും എനിക്കിത് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല, പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കിടന്ന് കുറെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒരു പ്രസ് മീറ്റിലേക്ക് വിളിച്ചത്. അവിടെ പോയി നിന്ന് 5 ദിവസം മുമ്പ് തന്നെ പോയി നിന്ന് നമ്മുടെ കൂടെ ഒരുത്തനുണ്ട്, വിഷ്ണു ദാസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് ഡയറക്ടർ പാലക്കാട്ടുകാരനാണ്.
വിഷ്ണുദാസിന് അവൻ ഞങ്ങളുടെ കൂടെ തന്നെ ഈ നിർത്തി ഞങ്ങൾ സംസാരിക്കാനും, പിന്നെ രാവിലെ മോർണിംഗ് വാക്ക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കോട്ട മൈതാനത്തിലൊക്കെ പോയി ഇങ്ങനെ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ച് മാക്സിമം പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഡബ് ചെയ്യുമ്പോൾ ഇവനുണ്ടല്ലോ, ഞാൻ പറഞ്ഞുതരും ആ രീതിക്ക് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക. പിന്നെ ഓട്ടോമാറ്റിക്കലി മറ്റേ ഓവർ പാലക്കാട് ഞാൻ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മച്ചനെ അതൊന്നും വേണ്ട, ഞാൻ പറയാം അത് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ അങ്ങനെ പിടിച്ചു. തുടക്ക സമയമൊക്കെ ഒരു 1.5 മണിക്കൂറൊക്കെ വേണ്ടി വന്നു. പിന്നീട് അവരത് അരമണിക്കൂറിലൊക്കെ ചെയ്യാൻ തുടങ്ങി. കാരണം വെച്ചാൽ അവര് യൂസ്ഡായി, പിന്നെ സുഖമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഞാനൊക്കെ തന്നെ ചെയ്യാൻ തുടങ്ങി കയ്യും കാലൊക്കെ. കാരണം നമുക്കറിയാം, അല്ലല്ല ചില പോയിന്റിലൊക്കെ നമ്മളൊക്കെ കയ്യിലൊക്കെ പെയിന്റ് ചെയ്യും. അതങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ല. അത് ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എന്തോ ഒരു സംഭവമാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫാണ്, അത് പെട്ടെന്ന് സ്മച്ച് ആവൂല. പക്ഷെ നമുക്ക് ആകെയുള്ള പ്രശ്നം വെച്ചാൽ എക്സ്റ്റീരിയറും ഇന്റീരിയറും ചിലപ്പോൾ മാറി ഷൂട്ട് ചെയ്യുമ്പോൾ 2 ലൈറ്റ് വ്യത്യാസമാണ്. അതിന്റെ ടോൺ മാറും. എക്സ്റ്റീരിയറും ഇന്റീരിയർ പോകുമ്പോൾ ലൈറ്റിംഗ് മാറും, പിന്നെ ടോൺ മാറും. അപ്പൊ അതിന്റെ മേളിൽ നമ്മൾ പണിയെടുക്കാൻ നോക്കുമ്പോൾ അത് പിന്നെ സ്മച്ച് ആവും, ആൽക്കഹോൾ ബേസ്ഡ് ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെ കുറച്ചധികം സമയം അതിന്റെ പുറകെ പോയിട്ടുണ്ട്. ചില വ്യക്തികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിലേക്ക് എടുത്തു കാണിക്കാനാണ് ഇതിന്റെ ഉദ്ദേശം ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അർച്ചന 31 ആണെങ്കിലും ഫ്രീഡം ഫൈറ്റ് ആണെങ്കിലും ഇപ്പോൾ തലവരയ്ക്ക് വേണ്ടിയെങ്കിലും അങ്ങനെയാണ് കാണിക്കുന്നത്. ഞാനൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുന്നില്ല, ആളുകൾക്ക് എന്തെങ്കിലും ഒരു പരിപാടി അതിൽ നിന്ന് കിട്ടണം. അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഉദ്ദേശിച്ച സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരാൾ, അയാൾ ചിലപ്പോൾ ഫിൽറ്റർ ഇട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോ ഫോട്ടോ എടുക്കുന്നൊരു മനുഷ്യൻ, അയാൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലായിട്ടൊരു ഫോട്ടോ ഇടാനുള്ളൊരു ധൈര്യം വന്നാൽ മതി, അത്രയും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ജ്യോതിഷിൻ്റെ ക്യാരക്ടറും. അയാൾ തുടക്കത്തിൽ ഫുൾ സ്ലീവ് ഇട്ട് നടക്കുന്നു, എല്ലാം മറിച്ച് നടക്കുന്ന അവസാനത്തിന് സമയത്ത് അയാൾ ഷർട്ട് അയച്ച് നിൽക്കണല്ലോ. ആ ഒരു കോൺഫിഡൻസ് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് ഇവിടെ ഇരിക്കുന്ന യങ്സ്റ്റേഴ്സിന് മോട്ടിവേഷൻ ആവുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സിനിമ ചെയ്തത്. എല്ലാ സിനിമയിലും അതുണ്ടാവുമെന്ന് അറിയില്ല, ഈ സിനിമയ്ക്ക് അത് ആവശ്യമായിരുന്നു, അതുകൊണ്ട് ഈ സിനിമയിൽ അത് ഉപയോഗിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാരക്ടറിനെ ചൂസ് ചെയ്യാനായിട്ടൊരു കാരണം? കാരണം ഈ സ്റ്റോറിയുടെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ സ്ട്രഗിൾ ചെയ്യുന്ന രീതിയിലല്ല, അതൊക്കെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ക്യാരക്ടറിന് പാണ്ട് അങ്ങനെ ഒരു ലെവലിലേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഒരാളോട് നീ നിന്റെ ഇൻസെക്യൂരിറ്റി ബ്രേക്ക് ചെയ്ത് വെളിയിൽ വാടാ എന്ന് പറയാനായിട്ട് എളുപ്പമാണ്. പക്ഷെ കണ്ണില്ലാത്തവന്റെ കാഴ്ചയുടെ വില അറിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് അനുഭവിക്കുന്നവർക്കേ അതിന്റെ പാടെന്താണ്, ഇതിന് ഇങ്ങനെ വെളി വന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഫേസ് ചെയ്യണം ആ ഒരു സ്റ്റേജ് അറിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാനായിട്ടുണ്ടായ എന്തെങ്കിലും ഇൻസ്പിറേഷൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ബേസിക്കലി ഇതിന്റെ കോൾ ത്രെഡ് അത് തന്നെയാണ്. ഒരു മോട്ടിവേഷൻ സ്റ്റോറി നമ്മൾ ചെയ്യുന്നു, അപ്പോൾ അതിലേക്ക് ഒരു ക്യാരക്ടർ വേണം. പക്ഷെ ഇതുവരെ കണ്ട് വരാത്തൊരു ക്യാരക്ടർ വേണം. ആ ഒരു ആലോചനയിലാണ് നമ്മൾ വിറ്റ്ലിക്കുള്ളൊരു ആള് കാണുന്നത്, ട്രെയിനിൽ വെച്ച് ആക്സിഡൻ്റലി കാണുന്നത്. സോ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അങ്ങനെ അത്ര വലിയ സിനിമകൾ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ 2 സിനിമകളോ 3 സിനിമകളോ അല്ല, അതിൽ നമ്മുടെ സിനിമയുണ്ട് ത്രൂ ഔട്ടായിട്ട്. അല്ലാണ്ട് ഡോക്യുമെൻ്ററീസും കാര്യങ്ങളും വന്നിട്ടുണ്ട്, പക്ഷെ ത്രൂ ഔട്ട് ഒരു ഹീറോ പരിപാടിയിൽ വരുന്നത് ഈ സിനിമ, കുറച്ച് സിനിമകളുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ അതിലൊരു ഫ്രഷ്നെസ് ഉണ്ട്, അതങ്ങനെ വന്നിട്ടില്ലല്ലോ. പിന്നെ നമ്മുടെ ചുറ്റിലും ഞാൻ ആളുകളെ കാണാൻ തുടങ്ങി, അതിനുശേഷം ശ്രദ്ധിക്കാൻ തുടങ്ങി. സോ അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. എഴുതുന്ന സമയത്തും അർജുൻ ബ്രോ ഈ പടത്തിന്റെ പ്രൊമോഷൻ സമയത്ത് പറയുന്നുണ്ടായിരുന്നു തലവര ഭയങ്കര സ്പെഷ്യലാണ്, ക്ലോസ് ടു ഹാർട്ടാണ്. ഇപ്പം പടം ഇറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓഡിയൻസിന്റെ ഒരു പ്രതികരണം നോക്കിക്കഴിഞ്ഞാൽ ബ്രഹ്മയുഗത്തിന് ശേഷം അർജുൻ അശോകന്റെ ഏറ്റവും കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. സോ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അത് ഈ പടം ഇറങ്ങി കഴിഞ്ഞാൽ അഭിനയം ആളുകൾ ഏറ്റെടുക്കും എന്നുള്ളൊരു കോൺഫിഡൻസ്? എനിക്ക് എല്ലാവരും പറഞ്ഞതിന് ശേഷം കോൺഫിഡൻ്റ് ആയത് ഞാൻ. കാരണം ഞാനിപ്പോൾ കുറച്ച് ആളുകളിലായിട്ട് പടം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ കൊണ്ടുവന്ന കാര്യമാണ് പടം ഇറങ്ങിയിട്ട് ജഡ്ജ് ചെയ്യാം ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവ്. കാരണം നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, നമ്മൾ ഭയങ്കര കൊതിച്ചിരുന്ന പടം ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാണ്ട് പോയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ തന്നെ എഫക്റ്റ് ചെയ്യും, കൂടുതൽ പ്രതീക്ഷ വരുന്നത്. പ്രതീക്ഷ വെക്കാണ്ടാണ് ഞാൻ ഈ പടം നിന്നത്. പക്ഷെ എന്നാലും ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത്. അതിറങ്ങിയപ്പോൾ എല്ലാവരും വിളിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അത് അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റെസ്പോണ്ട് എനിക്ക് അച്ഛൻ്റെ സൈഡിൽ നിന്ന് കിട്ടണം. അത് അല്ലെങ്കിൽ മറ്റേ കൊള്ളാം, കുഴപ്പമില്ല, നല്ല പടം, ഗംഭീരം. ഇത് മറ്റേ കണ്ടപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നെ നോക്കിയായിരുന്നു.
പിന്നെ തീർച്ചയായിട്ടും ബാക്കിയുള്ള അഭിനയിച്ചവർക്കൊക്കെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് വളരെ കഴിഞ്ഞിട്ടുണ്ട്? റാഫിക്കൊക്കെ ഒരുപാട് പറയാൻ കാണും. നമസ്കാരം. സന്തോഷമുണ്ട് ഇങ്ങനെ പടത്തെ അഭിനയിക്കാൻ പറ്റിയത്. അത് മാത്രമല്ല അർജുൻ്റെ കൂടെ ചെയ്യുന്ന 3ാമത്തെ പടമാണ് ഫസ്റ്റ് ദീപിൽ, പിന്നെ സ്മൃതികളും, പിന്നെ തലവര. എനിക്കതിനകത്ത് അർജുനെ കാണാൻ പറ്റില്ല, ജ്യോതിഷിനെ കാണാൻ പറ്റി. സന്തോഷമുണ്ട്. ഒന്നും പറയില്ല. നല്ലൊരു സിനിമയുടെ ഭാഗം പറ്റിയത് ഒരുപാട് ഹാപ്പി. പലരും പേരെടുത്ത് പറയുന്നുണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ സന്തോഷം. നമ്മളൊരു കഥാപാത്രം ഇഷ്ടപ്പെട്ട് പ്രേക്ഷകർ നല്ലതെന്ന് പറയുമ്പോൾ നമ്മളത് സന്തോഷിക്കില്ല. സന്തോഷം. ഞാനും ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഒരു നല്ലൊരു പടത്തിലൊരു ഭാഗമാകാൻ പറ്റിയത്. പിന്നെ അച്ചുവേട്ടൻ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ ഓരോ പടം ചെയ്യുമ്പോഴും എനിക്ക് എന്ത് പഠിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കാറ് എപ്പോഴും. അതേപോലെ തന്നെ പുള്ളിയുടെ പെർഫോമൻസിലൂടെ തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റി. അതിൽ വളരെ സന്തോഷം. അപ്പം ഇങ്ങനൊരു നല്ലൊരു പടം ഇറങ്ങി എല്ലാവരും പോയി കാണണം മെയിനായിട്ട്. അത് നമുക്ക് പറയാനുള്ളൂ. തിയേറ്റർ മിസ്സായിപ്പോയി എന്ന് OTT വരുമ്പം പറയാതെ നല്ല പടങ്ങൾ വിജയിപ്പിച്ചെടുക്കേണ്ടത് നമ്മളെല്ലാവരും ഉത്തരവാദിത്വമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എല്ലാവരും പോയി തലവരെ കാണണം. താങ്ക് യു. മലയാളത്തിലെ ആദ്യത്തെ പടമാണ്. ആസ് എ ടീം എനിക്ക് തലവര ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. ബിക്കോസ് നമ്മളൊക്കെ ഭയങ്കര സിങ്കിലുള്ള ആൾക്കാരാണ്. എനിക്ക് അഖിലിനെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഐ തിങ്ക് ഓഡിഷനായിരുന്നു ആദ്യം ഞാൻ അഖിലിനെ കണ്ട്. നമ്മളൊരു 9:30 to 4:30 എനിക്ക് ഓഡിഷൻ ഉണ്ടായിരുന്നു. അപ്പം ഒരു 3 സീൻ നമ്മൾ തിരിച്ചും എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് എനിക്ക് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എങ്ങനത്തെ ഒരു ഡയറക്ടറാണ് അഖിലിന്. കാരണം എനിക്ക് എല്ലാ വേർഡും എല്ലാ സെൻറ്റൻസും എവിടെ പോസ് വേണം, എവിടെ സ്ട്രെസ്സ് വേണം, എവിടെ എന്ത് ഇമോഷനാണ് വേണ്ടത് എന്നൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഡയറക്ടറായിരുന്നു അഖിൽ. അത് കാരണമാണ് എനിക്ക് അത്രയും പെർഫോം ചെയ്യാൻ പറ്റിയതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല എല്ലാവരുടെ പെർഫോമൻസും ഭയങ്കര നാച്ചുറൽ, ഭയങ്കര ഓർഗാനിക്. ആസ് എ സ്ക്രിപ്റ്റ് ഭയങ്കര വർക്കാവുന്നൊരു സബ്ജക്റ്റായിരുന്നു എനിക്ക് പേഴ്സണലി. സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഔട്ട് വന്നപ്പം എനിക്ക് കിളി പോയി. ഐ വാസ് ഇൻ ടിയേഴ്സ്. ഞാനൊരു 5 നിമിഷം കരഞ്ഞിട്ടൊക്കെയാണ് എണീക്കാൻ പറ്റിയത്. കാരണം ജ്യോതിഷിൻ്റെ ക്യാരക്ടർ നമ്മൾ ത്രൂ ഔട്ട് ട്രാവൽ ചെയ്യും. നമുക്ക് എവിടെയെങ്കിലും ഫോർ മീ അറ്റ്ലീസ്റ്റ് മൾട്ടിപ്പിൾ പോയിൻറ്റ്സിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറാണ്. അഖിൽ എന്നോട് ചോദിച്ചു നമ്മുടെ ജനറേഷനിലെ ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും ഈ പടം വർക്കാവുന്നത്, എന്താണ് കണക്റ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ അഖിലിനോട് പറഞ്ഞു, ഇഫ് നോട്ട് ഫോർ വിറ്റിലിഗോ, ജ്യോതിഷ് എന്ന ക്യാരക്ടറിന് വിറ്റിലിഗോ ഉള്ള ഇൻസെക്യൂരിറ്റീസും അതിൻ്റെ ഇതുമാണ് നമ്മൾ കാണുന്നത്. അത് വിറ്റിലിഗോ ഉണ്ടാവണം എന്നില്ല. നമ്മുടെ ലൈഫിലും നമുക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഉണ്ടാവും, നമ്മുടെ ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ടാവും. അതിൽ നിന്നും എങ്ങനെ ഓവർകം ചെയ്യാം, ഓർ എങ്ങനെ അത് നോട്ട് ടു മേക്ക് ഇറ്റ് അവർ എൻറ്റയർ പേഴ്സണാലിറ്റി എന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ എല്ലാവരും തലവരെ കാണണം ആൻഡ് സപ്പോർട്ടേഴ്സ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഞാനാണ്. ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഈ മൂവിയുടെ നറേഷൻ അത്രയും അടിപൊളിയായിരുന്നു. പിന്നെ അഖിലേട്ടൻ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പേട്ടൻ, പിന്നെ എന്നെ കാസ്റ്റ് ചെയ്തത് അപ്പേട്ടൻ അക്ഷയിച്ചയാണ്. അപ്പോൾ അവരോടാണ് എനിക്ക് ഒരു താങ്ക്സ് പറയാനുള്ളത്. പിന്നെ അഖിലേട്ടൻ എല്ലാം കൃത്യം പറഞ്ഞു തരും. ഈ ഒരു സീൻ ഇങ്ങനെയാണ്, ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് ഇത് ഇത്ര മതി എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു കുറച്ചും കൂടി. പിന്നെ സെറ്റ്, പ്രൊഡക്ഷൻ എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ അർജുനേട്ടനാണെങ്കിലും ചില സീനൊക്കെ നീ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബിഗിനർ എന്ന രീതിക്ക് എനിക്ക് എല്ലാ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു മൂവിയുടെ ഭാഗം പറ്റിയത്. എല്ലാവരും കാണാൻ നല്ല മൂവിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഫാമിലി എല്ലാവർക്കും. താങ്ക് യു. ഞാൻ അർജുൻ്റെ കൂടെ 2ാമത്തെ സിനിമയാണ് അഭിനയിക്കുന്നത്. ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചൊരു സന്തോഷമുണ്ട്. സമയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ പടം തിയേറ്ററിൽ പോയി തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നിരാശപ്പെടുത്തില്ല എന്നൊരു വിശ്വാസമുണ്ട്. അത്ര തന്നെ കൂടുതലും പറയാനുള്ളത്. കാരണം ഞാനൊരു ടേക്കിൽ ഒരു 8-10
റീടേക്ക് പോയപ്പോൾ 12ാമത്തെ റീടേക്കിലാണെന്ന് തോന്നുന്നു അഖിൽ ഓക്കെ പറഞ്ഞത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇനി അടുത്തതില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ അത്രയും പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് അഖിൽ. മലയാള സിനിമയ്ക്ക് നിങ്ങളെല്ലാവരും കരുതുന്ന പോലെ തന്നെ ഗംഭീര സിനിമകളുമായിട്ട് അഖിൽ ഇനിയും വരും. അപ്പോൾ ഒരു ചെറിയ റിക്വസ്റ്റ് കൂടി നിങ്ങളോട് പറയുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം നല്ലൊരു സിനിമയാണ്. കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആത്മാർത്ഥമായി സഹായിക്കണം, ഞങ്ങളെ സിനിമ ആൾക്കാരിലേക്ക് കുറച്ചും കൂടി എത്തിക്കണം. താങ്ക് യു. നമസ്കാരം. എല്ലാവരും പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്. വ്യക്തിപരമായി അച്ചുവിൻ്റെ ഒരു സിനിമയിൽ എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് അച്ചുവായിട്ടെങ്കിലും നമ്മൾ 3ാമത്തെ സിനിമയായിരിക്കും അല്ലേ? ഇത്രയും കാലം ഒന്നും സംഭവിച്ചില്ല. പറവ ആണ് നമ്മൾ ആദ്യം ഒരുമിച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഉണ്ട ചെയ്തു. അതിനുശേഷം തലവരയാണ്. അത് അങ്ങനെ ആയിരിക്കും തലവര അല്ലേ? ആ ജാനവി മറന്നുപോയി സോറി. പക്ഷേ വ്യക്തിപരമായി ഞാൻ പറഞ്ഞ സന്തോഷം എന്ന് പറഞ്ഞാൽ അച്ചുവിൻ്റെ അങ്ങനെ പറയുന്നത് ശരിയല്ല, പക്ഷേ അച്ചുവിൻ്റെ പെർഫോമൻസ് നല്ലതെന്നല്ല. നമ്മൾ ഫസ്റ്റ് ഡേ ഔട്ട് പറവ ചെയ്യുമ്പോഴും അച്ചുവിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു കഥാപാത്രമായിട്ട് അത് എനിക്ക് തോന്നുന്നത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പരകായ പ്രവേശനം എന്നൊക്കെ ഇങ്ങനെ വെറുതെ പറയുമെങ്കിലും അത് ശരിക്കും സംഭവിച്ചതുപോലെ എനിക്ക് തോന്നി. അതായത് അത് ആ സിനിമ കാണുമ്പോൾ എനിക്കത് വളരെയധികം ഫീൽ ചെയ്തു. ഞാൻ അഭിനയിച്ച ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ സിനിമയിൽ വളരെ ചെറിയ ഭാഗമാണെങ്കിലും വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ സിനിമയിൽ എത്തുന്നതെങ്കിലും ആ സിനിമ മൊത്തത്തിൽ എൻ്റെ ജീവിതത്തിലും എൻ്റെ ഒരു സിനിമ ആസ്വാദനത്തിനെയും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ആ കൂട്ടത്തിൽ അഖിലിനെയും കൂടെ പ്രശംസിക്കണം. കാരണം ഞാൻ അത് മനസ്സിലാക്കിയത് നമ്മളെല്ലാവരും സിനിമ പഠിക്കുന്ന വ്യക്തികളും കൂടിയാണല്ലോ. അപ്പോൾ സിനിമ ഭാവിയിൽ സംവിധാനം ചെയ്യാനും എഴുതാനും ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു സിനിമയെ എത്രത്തോളം എൻ്റർടൈനിങ് ആക്കാം, അതിൻ്റെ എലമെൻസുകളെല്ലാം വളരെ കൃത്യമായ അളവിൽ എടുത്തു വെച്ച് അപ്പവും അഖിലും കൂടെ അത് എഴുതി വെച്ചിരിക്കുന്നത് തന്നെ വളരെ മനോഹരമായിട്ടാണെന്ന് പറയേണ്ടി വരും. അത് നിങ്ങൾ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് കാണാത്ത പ്രേക്ഷകർ പോയി കാണുക. നമ്മൾ സാധാരണ പണ്ടൊക്കെ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ കരഞ്ഞിട്ടിറങ്ങുമ്പോൾ കർച്ചീഫ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ പണ്ട്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അത്തരത്തിലും വരെ എഫക്റ്റ് ആയേക്കാവുന്ന ഒരു സിനിമയാണ് ആൾക്കാർക്ക്. കാരണം അത്തരത്തിലുള്ളൊരു വിഷയമാണ് അത് ഡീൽ ചെയ്യുന്നത്. അത്തരത്തിലുള്ള മനുഷ്യരുടെ കഥയാണ് പറയുന്നത്. സൗഹൃദമുണ്ട്, കഷ്ടപ്പാടുണ്ട്, സക്സസ് ഉണ്ട്, പിന്നെ എല്ലാത്തിനും ഉപരി അതിനകത്തൊരു സിനിമയുണ്ട്. അതായത് സിനിമയ്ക്കുള്ളിലും ഒരു സിനിമയുണ്ട്. ഗംഭീരമായിട്ടുണ്ട്. എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അഖിലിനും ഇതിൻ്റെ എൻ്റെ ടീമിനും. താങ്ക് യു ഫോർ കോളിംഗ് മീ ഇൻ ദിസ് മൂവി. അല്ലെ, വളരെ അദൃശ്യമായിട്ടാണ് എത്തിപ്പെട്ടത്. സന്തോഷം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമസ്കാരം. അഖിലിൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ അല്ല, കാരണം നമ്മൾ ഒരു സ്റ്റേജ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അന്ന് തല കാണിക്കണമെന്ന് ആഗ്രഹിച്ച് നടന്നിട്ട് ആ ഫ്രസ്ട്രേഷനും എന്നാൽ പിന്നെ എനിക്ക് ആ സ്ട്രഗിൾ എനിക്ക് ഫീൽ ചെയ്തു. എനിക്കൊരു നല്ല കഥാപാത്രം ഏറ്റവും ഗതി കെട്ടിയിട്ട് എന്നാൽ എനിക്കിത് കിട്ടണം എന്നുള്ള വാശിയിൽ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഞാനും അസോസിയേറ്റ് ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ഞാൻ സിനിമയിൽ വന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരിക്കും അത്തരത്തിലുള്ള പ്രവണതകൾ ഞാൻ നേരിട്ട് സിനിമയിൽ അനുഭവിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അത്രയും ക്രൂരമായിട്ട് ചെയ്യുമെന്ന്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് പറവയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്. ഈ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ആ സംഘത്തിനെ നമ്മൾ നിർത്തുന്ന സമയത്ത് അതിനകത്ത് പല ആൾക്കാരും അവർക്കൊന്നും മുഖം കാണിച്ചാൽ മതി സ്ക്രീനിൽ. പക്ഷെ പലപ്പോഴും പല കാരണങ്ങളാൽ ചിലപ്പോൾ അവരവിടെ നിന്ന് മാറ്റി നിർത്തേണ്ടി വരും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അല്ലേ നമ്മൾ മനസ്സിൽ കല്ല് വെച്ചുകൊണ്ട് അതൊക്കെ ചെയ്യേണ്ടി വരിക. അപ്പോൾ പക്ഷെ അതങ്ങനെയാണ്, സിനിമയുടെ ഒരു യാന്ത്രികത അങ്ങനെയാണ്, സിനിമയുടെ ടെക്നിക്കാലിറ്റി അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അഖിൽ എൻ്റെ അടുത്ത് നെഗറ്റീവ് എന്നുള്ളതിൻ്റെ അതിൻ്റെ അപ്പുറത്തോട്ട് അഖിൽ പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നമാണിത്, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥാനം ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ വേറെ ഒരുത്തിനും ഉറപ്പായിട്ട് നിങ്ങൾ സ്ഥാനം കൊടുക്കില്ല. അത് സിനിമയിലെന്നല്ല, ഏത് മേഖലയിലാണെങ്കിലും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ, കോമ്പറ്റീറ്റീവ്നെസ് അതുണ്ടാവുമല്ലോ. അത് എന്നോട് വില്ലൻ എന്നുള്ള രീതിയിലല്ല അഖിൽ എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ എന്നാൽ അതിന് എൻ്റെ സാഹചര്യം ഉണ്ട്. സോ അഖിൽ വാസ് വിത്ത് മീ. അർജുനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു അഖിൽ എൻ്റെ കൂടെയായിരുന്നു. ചേട്ടാ നിങ്ങൾക്ക് ഇത് നേടണ്ടേ, നിങ്ങളുടെ സിനിമ നടക്കണ്ടേ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ സോഞ്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെറൈറ്റി ചെയ്യിപ്പിച്ചിട്ടുണ്ട് അഖിൽ നമ്മളെ കൊണ്ട്. സാധാരണ ആൾക്കാർ ഇതൊക്കെ എന്ന് പറയുന്ന സ്ഥലത്ത് അഖിൽ അത് ഒരുപാട് ചെയ്യിപ്പിച്ചു, മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് ഷൂട്ടിങ് കഴിയുമ്പോൾ വൈകിട്ട് അഖിലിനെ വിളിച്ച് പറയുകയും ചെയ്തു. കാശിൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ അഖിലിൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ആരും എന്നെ ഇതുവരെ പണിയെടുപ്പിച്ചിട്ടില്ല. അപ്പോൾ അത് എനിക്ക് അഖിലിനോട് താങ്ക് യു. ഐ മീൻ എല്ലാ ആക്ടേഴ്സിനെയും അവൻ അങ്ങനെ തന്നെ എക്സ്ട്രാക്ട് ചെയ്തിരുന്നത് ടോട്ടൽ റിസൾട്ട് എന്ന് മനസ്സിലാവുന്നു. അതാണ് എൻ്റെ കേസ്. ഡയറക്ടറാണ്. ഈ
ഇതിനകത്തൊരു സീനുണ്ട്, അതായത് അതായത് അർജുനേട്ടൻ ഒരു ഭയങ്കര ബ്രേക്ക്, അതായത് എന്നെ ഇനി പാണ്ഡ എന്ന് വിളിക്കേണ്ട എന്ന് പറയുന്ന ഒരു മൊമെന്റ്. അതായത് സമൂഹത്തിൽ പലരും എന്താ പറയുക, ഈ നമ്മുടെ നിക്നെയിംസ് എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ചിലർ നോർമൽ ആവാൻ വേണ്ടിയിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യുമെങ്കിൽ ആ നിക്നെയിം നമ്മൾ സഹിച്ച് നിൽക്കുന്ന കുറേ പേരുണ്ട്. ഒരു പോയിന്റ് ചെയ്യുമ്പോഴും ഇപ്പോൾ നമ്മളെ കളിയാക്കാമെന്ന് അറിഞ്ഞാലും എന്നാലും കുഴപ്പമില്ല, നമ്മൾ ആ കൂട്ടത്തിലുണ്ടല്ലോ, ഗ്യാങ്ങിലുണ്ടല്ലോ നമ്മൾ എന്ന് സഹിച്ച് നിൽക്കുന്ന കുറേ പേരുണ്ട്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തു. എനിക്ക് അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനുള്ള അതാണോ? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മുടി മുള്ളു പോലെ എന്തെങ്കിലും മുള്ള പല്ലും കൂടെ ഇങ്ങനെ മാറുന്ന സ്റ്റേജ്, പല്ല് വന്ന് മാറുന്ന സ്റ്റേജും കൂടെ ആയപ്പോൾ ഇതും കൂടെ എല്ലാ കളിയാക്കലും കൂടെ ആയിട്ട് പറ്റാതെ ഒരു പോയിന്റ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി. എനിക്ക് അങ്ങനെ ഒരാളെ പോയി തല്ലാനുള്ള ധൈര്യമോ അങ്ങനത്തെ ധൈര്യമൊന്നും അന്നൊന്നും. ഞാനത് എൻ്റെ പ്രിൻസിപ്പാളോട് പോയി പറഞ്ഞു, കരഞ്ഞിട്ട് പറഞ്ഞു എന്തെങ്കിലും വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ടായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പാളോട് നീ ഒരാൺകുട്ടിയില്ല, നീ എന്തൊരു കാര്യം എന്നെ ആരും ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി പിന്നെ തിരിച്ചു കളിയാക്കാൻ എനിക്കൊരു സർവൈവ് ചെയ്യാൻ വേണ്ടി തിരിച്ചു കളിയാക്കാൻ പറയും. അങ്ങനെ എൻ്റെ ലൈഫിൽ കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അർച്ചന 31 ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് ഡേ 3rd ഡേ ഒന്നുള്ള സെറ്റ് അന്ന് 23 വയസ്സ് 24 വയസ്സുണ്ടാവും. ഒരു ചേച്ചി ഞാനിങ്ങനെ ഒരു മോട്ടറിന് ഫ്രണ്ടിലിരിക്കുക, ഞാനിങ്ങനെ ആക്ഷനെ കുറിച്ച് അത് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ചേച്ചി ഇവൻ ഡയറക്ടറാണ് ചോദിച്ചു. അപ്പൊ ബേസിക്കലി ഇൻസെക്യൂർ ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സമയങ്ങൾ അങ്ങനെ ഇൻസൾട്ടുകളും പരിപാടികളും കിട്ടിയത് ഇൻസെക്യൂർ ഉണ്ട്. പക്ഷെ നമ്മൾ വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഇതിലാണ്. ഒരു ചിലപ്പോൾ സമയത്തൊക്കെ ഇതൊക്കെ മനസ്സിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും കാര്യമായിട്ടൊന്നും. അർജുനായിട്ട് ഇതേപോലെ ഗെയിംസ് ഉണ്ടോ? എന്താണ് ആര് വിളിച്ചു? കമന്റില് എന്നെ വിളിച്ചിട്ടില്ല, വിളിച്ചു നോക്ക്. പിന്നെ ഈ റൺവേ ഇറങ്ങിയപ്പോ എന്റെ സ്കൂളിലെ പിള്ളേർ പൊറിഞ്ചു എന്ന് വിളിക്കാറുണ്ടായിരുന്നു കുറച്ച്. പൊറിഞ്ചു. പിന്നെ അധികമൊന്നുമില്ല. എന്നെ ഒന്നാമത്തെ ആ വീഡിയോ കണ്ടാൽ തന്നെ കിളിയായിരുന്നില്ല ചെറുപ്പത്തിലൊക്കെ, എന്തോർത്തിരിക്കുക. അപ്പോൾ അർജുനായിട്ടാ, ഇപ്പം ആഫ്റ്റർ കോവിഡ് ആണ് മലയാളികൾ OTT പ്ലാറ്റ്ഫോമിലേക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതായത് ഇച്ചിരൂടെ എല്ലാ ലാംഗ്വേജിലും മലയാളികൾ ഒന്നുകൂടെ സിനിമകൾ ആസ്വദിക്കാൻ തുടങ്ങിയതും. ഇപ്പോൾ ഇനിയും വെറുതെ തിയേറ്ററിൽ പോയി 150 രൂപ കൊടുത്ത് ഞാനൊരു സിനിമ കാണണം, ഇതിന് ഒരു മാസം കഴിഞ്ഞാൽ ഇത് ഇറങ്ങുമല്ലോ, അപ്പോൾ മനസ്സമാനത്തോടെ എപ്പോൾ വേണമെങ്കിലും ഇത് കാണാം എന്നൊരു മെൻറ്റാലിറ്റിയിലേക്ക് ആളുകൾ വന്നു തുടങ്ങി. പക്ഷേ ബിസിനസ് വൈസ് OTT ഇച്ചിരൂടെ അഡ്വാൻസ്ഡ് ആയി തുടങ്ങി. പക്ഷേ അതേസമയം തന്നെ മലയാള സിനിമ അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ അതായത് ഇപ്പം മറ്റേ ശ്രീകുട്ടൻ സിനിമ, പിന്നെ ധീരൻ സിനിമ, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, ധീരൻ സിനിമ, ആ സിനിമകളൊന്നും തിയേറ്ററിൽ അധികം വിജയം കണ്ടില്ല. എന്നാൽ പക്ഷേ അത് OTTയിൽ ഇറങ്ങിയപ്പോൾ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. അതായത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമ കണ്ടിട്ട് തമിഴ്നാട്ടിൽ പോലും ഒരു സ്കൂള് അതേപോലെ ഫോം ചെയ്തു. ഒരു സിനിമ ഉണ്ടാക്കിയ മാറ്റമാണത്. പക്ഷെ അത് തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടായില്ല, ആളുകളിലേക്ക് അത് റീച്ച് ആയില്ല. OTT പക്ഷേ റീച്ചായി. പക്ഷെ അതേ സമയത്ത് തന്നെ മറ്റ് ലാംഗ്വേജിൽ വരുന്ന സിനിമകൾ, അതായത് സൂഫ്രം പോലത്തെ സിനിമകൾ ഇവിടെ വന്നിട്ട് അതെന്ന് പറഞ്ഞാൽ ഒരു ഹീറോ ഓറിയന്റഡ് സബ്ജക്റ്റ് അല്ലാതെ ആ ഒരു നാട്, പിന്നെ പൊന്മുട്ടിയിടുന്ന താറാവ്, ഇന്ന് നന്മകൾ പോലത്തുള്ള പ്ലോട്ടുകൾ പോലെ ഒരു നാട്ടുകാരെല്ലാം ഉൾപ്പെടുത്തിയൊരു സിനിമയാണിത്. പക്ഷെ അത് ഫാമിലിയോടെ ഹിറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ ഓഡിയൻസ് ഇച്ചിരൂടെ തിയേറ്ററിൽ ഇനി വേണ്ട, അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ മിസ് ചെയ്യുന്നുണ്ടോ മലയാളത്തിൽ? അത് നമ്മളുടെ തെറ്റ് തന്നെ. ആക്ച്വലി ഓഡിയൻസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ എത്രത്തോളം ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ഒരു പടം എത്തിക്കാൻ പറ്റുന്നു അതിലാണ് വിജയമുള്ളത്. പിന്നെ ചില പടങ്ങൾ ഓൾറെഡി നേരത്തെ തന്നെ ഹൈപ്പിൽ ആൾക്കാർ അറിഞ്ഞിരിക്കും, അത് ഗുണമാണ്. സുമതി പോലത്തെ പടം ആ പേര് കൊണ്ടും പിന്നെ അതിൻ്റെ പരിപാടികൾ കൊണ്ട് നേരത്തെ ആൾക്കാർ അറിഞ്ഞു. തലവര തന്നെ പറഞ്ഞ പടം എന്താ ഇറങ്ങണമെന്ന് പോലും ആൾക്കാർക്ക് അത് പ്രോപ്പർലി സോഷ്യൽ മീഡിയ അല്ലാതെ ഓഡിയൻസിനെ അറിയണ്ടായില്ല. അപ്പം അതിനുവേണ്ടിയാണ് നമ്മളിപ്പോഴും ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും ചർച്ച ചെയ്യുന്നതും നമ്മൾ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നതും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി. കാരണം അവരുടെ തെറ്റല്ല, നമ്മൾ ഒരു കലക്കം പരിപാടി. ഇപ്പോൾ കിഷ്കിന്താകാന്ഡം പടം ഇറങ്ങി ഫസ്റ്റ് ഡേ വന്നതിനെക്കാട്ടും എക്സ്ട്രീം ക്രൗഡായിരുന്നു ബാക്കിയുള്ള ദിവസങ്ങളിൽ വന്നത്. അത് വേർഡ് ഓഫ് മൗത്ത് നല്ല പടം കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസാണ്. അപ്പോൾ ഈ പടം നല്ല പടം എന്നുള്ളൊരു വിശ്വാസമുണ്ട്.
അപ്പോൾ അത് ഓഡിയൻസിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേനെക്കാട്ടും ഇന്നലേക്ക് അത്യാവശ്യം ആൾക്കാർ കയറി ഫീലിംഗ് ആണെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്നാലും ഇനി ഒടുക്കത്തെ ഹൗസ്ഫുള്ളൊന്നും ആവണ്ട, ഒരു ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ അത് കിട്ടിയാൽ മതി ഈ പടത്തിൽ. എനിക്ക് ഭയങ്കര ഹാപ്പിയാവും, കാരണം ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ. അപ്പം അതിനുവേണ്ടിയാണ് മാക്സിമം പ്രസ് മീറ്റ് വിളിക്കുന്നതും ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു നല്ല പടമാകുമ്പോൾ നമുക്കും സന്തോഷമുണ്ട് അത് പുഷ് ചെയ്യാനായിട്ട്. അതുകൊണ്ടുള്ള ഒരു സ്ട്രഗ്ലിങ്ങിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ പറയുക, ഇപ്പൊ അല്ലാത്ത പടമൊക്കെ ഇപ്പം ഒരു പടം ഓഡിയൻസിന് വെക്കാത്ത പടമായിട്ടൊന്നും നമ്മൾ തിരിച്ച് കേൾക്കേണ്ടി വരും. ഇപ്പൊ അത് പഴയ പോലെ അല്ല, നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. ഇതൊരു നല്ല പടമാണ്, കണ്ടവരെല്ലാരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളിപ്പോഴും ഇറങ്ങുന്നത് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ. അല്ല, കാരണം പണ്ടൊക്കെ തിയേറ്ററിൽ 50 ദിവസം 100 ദിവസം തയ്ക്കാന്ന് പറഞ്ഞ ഒരു ആഘോഷമാണ്. 25 ദിവസമെങ്കിലും ഓടിയാൽ വലിയൊരു ഇതെന്നുള്ള. സമയം മാറി, കാലം മാറി വെച്ചാലേ. നമുക്ക് 15 ദിവസം കൊണ്ട് ഓടിയിട്ട് ഇറങ്ങണം. അത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. സിനിമയും മാറി, പണ്ടത്തെ പോലത്തെ സിനിമകളെല്ലാം ഇപ്പോഴും. പക്ഷെ പണ്ടത്തെ പോലെ സിനിമ ചെയ്യാൻ കൊതിക്കുന്നുണ്ട് നമ്മള്. മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ചെയ്തില്ലേ ഞങ്ങൾ, പ്രമേഹം. എത്ര വർഷം ചെയ്ത പടമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സുമതി വളവ് പഴയ സ്റ്റൈലിലെ പടമാണ്, അതിപ്പോ റീക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സിനിമകൾ മാറും, ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് മാറും, കാണുന്ന പ്രേക്ഷകരുടെ രീതി മാറും. അപ്പൊ നമ്മൾ നല്ല പടങ്ങളും നല്ല കണ്ടന്റും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കഥകൾ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അത് ചിലപ്പോൾ വർക്കാവും, ചിലർക്ക് വർക്കാവില്ല. ഇതിന്റെ കോട്ട് ചെയ്ത് പറയുന്നത് ഇപ്പൊ ഒരു ആക്ടറൊക്കെ ഹെൽപ്ലെസ് ആവുന്ന സിറ്റുവേഷൻ അവിടെ. ഒരു സ്ഥലത്ത് നല്ല റിവ്യൂ ആയിരുന്നു, കരിയർ ബെസ്റ്റാന്ന് പറയുന്നു. ഇപ്പൊ സർക്കിട്ടൊക്കെ ആസിഫിയുടെ കരിയറിലെ ഏറ്റവും നല്ല വേഷങ്ങളൊന്നായിരുന്നു. പക്ഷെ അത് ഇവഞ്ചുവലി തിയേറ്ററിൽ ഭയങ്കര ഹിറ്റായില്ല ശരിക്കും. അപ്പൊ ഈ നമ്മൾ ഈ പാരലലി ഈ സമയത്ത് അഭിനയിച്ചുകൊണ്ടും കൂടി ഇരിക്കുകയായിരിക്കും ഈ സിനിമ റിലീസാവുന്ന സമയത്ത്. ശരിക്കും ആക്ടറിന്റെ ഫേസ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ മൈൻഡ് പ്രോസസ് എങ്ങനെയായിരിക്കും? സങ്കടം ഉണ്ടാവും എനിക്ക്. ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറയണം. ഞാനിപ്പോൾ നല്ല സങ്കടത്തില്ല, പക്ഷെ കണ്ടിട്ടൊന്നുമില്ല എന്നല്ലോ. ഈ ആൾക്കാർക്ക് തിയേറ്ററിൽ കയറുന്ന ഭയങ്കര കൊതിയുണ്ട് ഇപ്പോഴും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം രാവിലെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് കാക്കനാട് നിന്ന് ഓടി ഇവിടെ വന്ന് പ്രസ് മീറ്റ് എല്ലാവരും വിളിക്കും. ഇപ്പം എനിക്ക് ടെൻഷൻ നിങ്ങൾ പോരുതെന്നാണ്, കാരണം അത്രയും ബ്ലോക്ക് എല്ലാം ഉണ്ട്, ഞാൻ ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾ നിൽക്കുക, അത് ആൾക്കാർ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളത്. പിന്നെ ഒരു സിനിമ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഒരു നല്ല പടം തിയേറ്ററിൽ ആൾക്കാർ വരിക എന്നുള്ളത് നമ്മളുടെ ആഗ്രഹമാണ്. സിനിമ എപ്പോഴും തിയേറ്ററിക്കൽ വ്യൂ ആണ്. അപ്പോൾ അത് തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യാതിരിക്കാനും, കാരണം ചില പടങ്ങൾ നമ്മൾക്കറിയാം നമ്മൾ പുഷ് ചെയ്തിട്ടും കാര്യമില്ല എന്നറിയാം, അത് നമ്മൾ എത്രത്തോളം നോക്കിയിട്ടും നടപടിയാവില്ല. പക്ഷെ ഇത് നമ്മൾ പുഷ് ചെയ്യണത് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ്. അത് എത്രത്തോളം എത്തുന്ന അറിയില്ല, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ അതെന്തായാലും ഞാൻ സന്തോഷമെടുക്കും. പിന്നെ എക്സ്പെക്ടിങ് ആൾക്കാർ കാണും എന്നുള്ളൊരു രീതിയിലാണ് എല്ലാം. നല്ല എന്തെങ്കിലും മാജിക് കണക്കായിരിക്കും. അതിലേട്ടാ ഇപ്പോൾ അതിലേട്ടൻ ഷോർട്ട് ഫിലിമിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതിലേണ്ട കോറായിട്ടായിട്ട് അപ്പു പോയിരുന്നു. അപ്പോൾ അതിലേണ്ടപ്പം ഈ അസിസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഇതിനു മുമ്പ് ഏത് പടത്തിലായാലും അസിസ്റ്റ് ചെയ്ത് ഒരുപാട് പേരുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അപ്പുവിനെ ഒരു റൈറ്ററായിട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം? അതപ്പോൾ എൻ്റെ ഗീതു ഉച്ചയൻ എന്ന് പറയുന്ന പടത്തിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയം മുതൽ എനിക്ക് അപ്പുവിന് പരിചയമുണ്ട്. അപ്പോൾ എൻ്റെ ഷോർട്ട് ഫിലിം ഞാൻ അതിനു കണ്ടിട്ടില്ല ആക്ച്വലി. അപ്പോൾ അതിനു മുമ്പ് അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ ഈ കഥേൻ്റെ ഐഡിയ ഇങ്ങനെ ഷെയർ ചെയ്ത സമയത്ത് പിന്നെ അവൻ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത സംഭവങ്ങളും ആയിട്ട് കണക്റ്റ് ഉണ്ട്. ഞങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ് സെയിം ആയിരുന്നു. ഞാൻ കോമഡി പറഞ്ഞാൽ അവൻ ചിരിക്കും, അവൻ കോമഡി പറഞ്ഞാൽ ഞാൻ ചിരിക്കും. അതാണ് മെയിനായിട്ട് എനിക്ക് വേണ്ട ഒരു റാപ്പ്. അപ്പോൾ എനിക്കത് അവൻ്റെ സൈഡിൽ നിന്ന് കിട്ടി. പിന്നെ അവൻ അത്യാവശ്യം നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടും അവൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഏകദേശം സെയിമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവൻ ബൗൺസ് ചെയ്തുകൊണ്ട് വരുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതൊക്കെ കാരണം കൂടിക്കൊണ്ടാണ് ഞാൻ അപ്പുവിനെ കൂടെ കൂട്ടിയത്. പിന്നെ നല്ലൊരു മനുഷ്യനാണ്. അപ്പുവിനെന്താണ് അതിലേണ്ടാനുള്ള അസോസിയേഷനെ കുറിച്ച് പറയാനുള്ളത്? എല്ലാവരും നിരന്തരം അപ്പു അപ്പു എന്ന് പറയുന്നുണ്ട്, അപ്പോൾ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്. ഞാൻ സിനിമ ടെക്നിക്കലി അത്ര പഠിച്ചിട്ടില്ല. നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഫസ്റ്റ് ആയിട്ട് ഞാൻ ജിത്തിനൈസ് തോമസോടാണ് ആദ്യം ചെയ്യുന്നത്. അനീഷാക്കി കംപ്ലീറ്റ്ലി സീറോ ആയിരുന്നു. പക്ഷെ ഞാൻ ആക്ച്വലി സിനിമയിലെ എഡിറ്റ്, മ്യൂസിക്, പിന്നെ സൗണ്ട് ഇതെല്ലാം വെച്ചൊരു സിനിമ ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെ തലക്കകത്തില്ല പിന്നെ അതിനെ മോട്ട് ചെയ്ത് ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ അഖിലേട്ടനാണ് പഠിക്കുന്നത്. നമ്മുടെ റൈറ്റിംഗ് പ്രോസസ്സ് ഭയങ്കര എനിക്കുള്ള സ്ക്രിപ്റ്റുകൾ
പറഞ്ഞുള്ള ഒരു ഐഡിയ രണ്ടുപേരും തമ്മിൽ ചെയ്ത് ചെയ്യും ആൾക്ക് കിട്ടുന്നൊരു ഗിഫ്റ്റ് നമുക്ക് ലഭിക്കണം. അപ്പോൾ അതങ്ങനെ ഇതിനായി കിട്ടുമ്പോൾ അതൊക്കെ ഭയങ്കര രസമുള്ള പ്രോസസ്സ് ആയിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്ക്രിപ്റ്റ് ഞാൻ കാണുന്ന നനച്ചതിന് എല്ലാം വന്നൊക്കെ അയച്ച് മരമായി കാണുന്ന പ്രോസസ്സ് ഉണ്ട്. അതുപോലെ ഞാൻ സ്ക്രിപ്റ്റിൽ കാണുന്നു. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഉള്ളിലൂടെ. ഹാപ്പിയാണ്, പടത്തിൽ ഹാപ്പിയാണ്. അർജുനേട്ടൻ എന്നതിലപ്പുറം നമ്മളെ എല്ലാവരും ദർശിച്ച ഈ സിനിമയിലേക്ക് ആകർഷിച്ച മഹേഷ് നാരായണൻ, ഷെബിൻ ബക്കർ ആ ഒരു കൂട്ടുകെട്ടാണ്. ആരായാലും പറഞ്ഞാൽ മതി. അപ്പോൾ അവർ എങ്ങനെയാണ് ഇപ്പോൾ? ഹാപ്പിയാണോ? അവർ എന്താ പറയുന്നത്? നമ്മുടെ പ്രൊമോഷനൊന്നും കണ്ടില്ലേ? അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് എല്ലാവരും ഒരിക്കലും ഇറങ്ങിയിരിക്കുന്നത്. അവർ ഹാപ്പിയാണ്, അവർ പടം കണ്ട് ഹാപ്പിയാണ്. പിന്നെ അവരോടെല്ലാം നമ്മൾ ഓൾറെഡി സ്ക്രിപ്റ്റ് പറഞ്ഞതിന് ശേഷമാണ് ഷൂട്ടിങ്ങിലേക്ക് കയറുന്നത്. ഷെബിനിക്ക മനുഷ്യനും ആദ്യം മുതൽ ഇതിൻ്റെ പ്രോസസ്സിൻ്റെ കൂടെ നമ്മുടെ കൂടെ നിൽക്കുന്നത്. എന്തിനും ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടത്, എനിക്ക് എന്താണോ വേണ്ടത്, അതിന് 100% ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. വളരെ സപ്പോർട്ടീവാണ്. രേവതി മലയാളിയായിട്ട് മലയാളത്തിനേക്കാളും എളുപ്പം തമിഴിൽ സിനിമ ചെയ്യാനാണ്? അങ്ങനെയൊന്നുമില്ല. രണ്ടും എനിക്ക് ആസ് എ പ്രോസസ് വെരി സിമിലർ ആണ്. ഞാൻ വളർന്നത് ചെന്നൈയിലാണ്, ഞാൻ സെറ്റിൽഡ് ചെന്നൈയിലാണ്. അപ്പോൾ എനിക്ക് തമിഴ് കുറച്ച് ഈസി ആയിട്ട് വരും. എൻ്റെ മലയാളത്തിൽ ചെറിയ തമിഴ് മിക്സിങ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. തമിഴിൽ സിനിമ ചെയ്യുന്ന ഈസി ആണോ ചോദിച്ചാൽ അല്ല, രണ്ടും എനിക്ക് പ്രോസസ് വൈസ് സിമിലർ ആണ്. പക്ഷേ ഐ തിങ്ക് ഈ പ്രോജക്റ്റിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള. എനിക്ക് ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ടായിരുന്നു അഖിലിൻ്റെ അടുത്ത് പറയാനോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനോ, ഇങ്ങനത്തെ ക്യാരക്ടർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ ഉള്ള ഫ്രീഡം എനിക്ക് ഐ തിങ്ക് തലവരയിലായിരുന്നു ഏറ്റവും കൂടുതൽ കിട്ടിയത്. നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി ബിൽഡ് ചെയ്യാൻ സമയമെടുത്തോ? കെമിസ്ട്രി ഐ തിങ്ക് ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അഖിൽ ഭയങ്കര ക്ലിയർ ആയിരുന്നു ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് സന്ധ്യയ്ക്കും ജ്യോതിഷിനും എന്ന്. ഐ തിങ്ക് ഇനീഷ്യലി എനിക്ക് കുറച്ച് എൻസൈറ്റി ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ, ഇത്രയും ഇറ്റ് ഷുഡൻറ്റ് ഗോ റോങ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തെറ്റായിട്ട് കൺവേ ആകാൻ പാടില്ല എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അത് കാരണം മേ ബി ഞാൻ കുറച്ച് പ്രഷർ എൻ്റെ മേത്ത് ഇട്ടത് അല്ലാതെ വേറെ ഒരു അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം സ്ക്രിപ്റ്റ് വൈസ് സന്ധ്യയുടെയും ജ്യോതിഷിൻ്റെയും റിലേഷൻഷിപ്പ് ഭയങ്കര ക്ലിയർ ആയിരുന്നു, ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, ഭയങ്കര ഓർഗാനിക് നാച്ചുറൽ ആയിരുന്നു. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അതായത് സിനിമയുടെ ഒരു ആദ്യത്തെ ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ കാണുമ്പോൾ നിങ്ങളുടെ ഗ്യാങ്ങിനെ കാണുമ്പോൾ ഒരു നായികയ്ക്ക് വേണ്ടി നടക്കുന്ന 4 പേരെന്നുള്ള ആ ഒരു ഗ്യാങ് ഉണ്ട്. ഹരിഹർ നഗറിലെ ആ ഒരു ഗ്യാങ്ങിനെ ഒരു ഏകാന്തരികമായിട്ട് നടക്കുന്ന ഒരു ഗ്യാങ്ങിനെ പോലെ ഫീൽ ചെയ്തു. ഇത് വായിച്ച സമയത്ത് എന്തായിരുന്നു മൈൻഡിൽ പോയിരുന്നത്? ഇത് വായിച്ച സമയത്ത് എന്തായിരുന്നു അത്? ഇങ്ങനൊരു പ്ലോട്ട് കണ്ടപ്പോൾ മൈൻഡിലായിരുന്നു പോയിരുന്നത്? ചേട്ടാ അഗ്രഹം പറഞ്ഞിട്ട് ഇങ്ങനെ പരിപാടി ഇതാണ്, ശ്യാമന്റെ കഥാപാത്രമാണ്, അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് പരിപാടി എന്ന് പറഞ്ഞ് അന്ന് ചെയ്താൽ എനിക്ക് വേറെ ഒന്നും ഇത് വെച്ചതിൽ എല്ലാവരും പ്രേക്ഷകർ സന്തോഷം പറയുന്നു. മനോജ് ബ്രോ, ഇപ്പം നമ്മുടെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയപ്പോൾ നമ്മൾ ഫുൾ എഫേർട്ട് ഇട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അത് റിസൾട്ടിലേക്ക് വരുമ്പോഴേക്കും അത് ആളുകൾ മനസ്സിലാക്കണമെന്നില്ല, അല്ലെങ്കിൽ അത് റെക്കഗ്നൈസ് ചെയ്യണമെന്നില്ല. മൂൺ വോക്കിന് കിട്ടിയ റെക്കഗ്നൈസേഷൻ പ്രോപ്പറായിട്ട് കിട്ടിയില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് എല്ലാ ആർട്ടിസ്റ്റുകളും അഭിനയിച്ച എല്ലാ പുതുമുഖങ്ങളും അത്രത്തോളം പ്രാക്ടീസ് ചെയ്ത് 2 മാസത്തോളം പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ ഷൂട്ടൊക്കെ ചെയ്ത് അത് തിയേറ്ററിൽ ആൾ കയറിയില്ലെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെതായ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ OTT വന്നപ്പോഴത്തേക്ക് കുറേ പേര് നല്ല പടമായിരുന്നു, തിയേറ്റർ മിസ്സായി. അതാണ് അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും പറയുന്നത് തിയേറ്ററിൽ തന്നെ പോയി എല്ലാ പടവും കാണണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഹാപ്പിയാണ്, കുഴപ്പമില്ല. ചിദംബരം ഡയറക്ട് ചെയ്യുന്ന പടം ഏതാണെന്ന് അറിയാൻ സൗത്ത് ഇന്ത്യ ഒട്ടാകെ ആന്റിസിപ്പേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യ ഒട്ടാകെ അതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ വന്നല്ലോ. ബാലൻ എന്നാണ് ആ സിനിമയുടെ പേര്. അല്ല, ഞാൻ അറിഞ്ഞിരുന്നു. അതിൽ
അഭിയേട്ടൻ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അപ്പൊ അതിനെപ്പറ്റി മറ്റെന്തെങ്കിലും ഇല്ല. അല്ല അമ്മാവൻ എന്തല്ലേ അപ്പൊ അമ്മാവനല്ല, കസിനാണ്. അല്ല അല്ല കഴിഞ്ഞ 2 പടത്തിലും ഉണ്ടായിരുന്നു. അപ്പൊ ഈ പടത്തിലും പാർട്ടാവും എന്നാണ് ഇല്ല, കരുതുന്നത്. ഈ പടത്തിലില്ല. അതെന്താണ് മനഃപൂർവ്വം ഒഴിവാക്കി? അത് ചിദംബരത്തോട് ചോദിക്കേണ്ടി വരും, എന്താണെന്ന് അറിയില്ല. ഇനി കാണാനുള്ളവരോട് ഇനി തിയേറ്ററിലേക്ക് വരാത്ത ഇവരോട് അവസാനമായിട്ട് ഒന്ന് വരാൻ ഇൻവൈറ്റ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓഡിയൻസ് തിയേറ്ററിൽ വരേണ്ട ഞങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ പടം തിയേറ്ററിൽ പോയി തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നിരാശപ്പെടുത്തില്ല എന്നൊരു വിശ്വാസമുണ്ട്. അത്ര തന്നെ കൂടുതലും പറയാനുള്ള. താങ്ക് യു. എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു. Happy birthday to you. Happy